എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് നാം എങ്ങനെ എതിർത്ത് നിൽക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവജനത്തിൻ്റെ ശത്രു സാത്താനാണ്. കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നതും ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതും സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും നാശം വിതയ്ക്കുന്നതുമെല്ലാം സാത്താൻ്റെ പ്രവൃത്തികളാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം നല്ല തിരിച്ചറിവുള്ളവരാവുകയും സാത്താനെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുകയും ചെയ്യണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും പടയാളികളെ പോലെ യുദ്ധം ചെയ്യേണ്ടവരാണ്. അവർ ധരിക്കേണ്ട സർവായുധവർഗത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. സത്യം എന്ന അരക്കെട്ടും നീതി എന്ന കവചവും സമാധാന സുവിശേഷമാകുന്ന ചെരുപ്പും വിശ്വാസമെന്ന പരിചയം രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഒക്കെ ആയുധങ്ങളായിട്ട് എടുത്തുകൊണ്ട് ശത്രുവിനോട് പോരാടേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ നാം യുദ്ധം ചെയ്യുമ്പോൾ, പൊരുതുമ്പോൾ ജയം ദൈവം നമുക്ക് അവകാശമായിട്ട് നൽകും. എന്നാൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് സാത്താനോട് അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നതിന് മുമ്പ് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കഴിവും കഴിവില്ലായ്മയും നമുക്കറിയാം, ദൈവത്തിനും അറിയാം. നാം പലപ്പോഴും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പോരായ്മകളും ബലഹീനതകളും കുറവുകളും ആരെയും അറിയിക്കാതെ പലപ്പോഴും മറച്ചു വയ്ക്കുന്ന സ്വഭാവമാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. നമ്മുടെ വീക്ക്നെസ് നാം മറച്ചു വെച്ചുകൊണ്ട്, പോരായ്മകളും കുറവുകളും കഴിവില്ലായ്മകളും മറച്ചു വെച്ചുകൊണ്ട് സാത്താനെ എതിർക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും യുദ്ധത്തിൽ ജയമുണ്ടാവുകയില്ല. യുദ്ധം ജയിക്കണമെങ്കിൽ, സാത്താൻ്റെ മേൽ ജയം പ്രാപിക്കണമെങ്കിൽ നാം എവിടെയൊക്കെ പോരായ്മകൾ ഉള്ളവരാണോ അവിടെയെല്ലാം നാം ശക്തരാകണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും നാം ശക്തിപ്പെടണം. സ്ട്രോങ് എന്ന പദത്തിൻ്റെ നേരെ വിപരീതമാണ് വീക്ക് എന്ന പദം. നമ്മുടെ ബലഹീനത ഏതൊക്കെ മേഖലകളിൽ ആണെന്ന്, നമ്മുടെ വീക്ക്നെസ് ഏതൊക്കെ കാര്യങ്ങളിൽ ആണെന്ന് ആദ്യം നാം കണ്ടുപിടിക്കുക. ചിലർക്ക് നുണ പറയുന്നത് ഒരു വീക്ക്നെസ്സാണ്. ഒരു കാര്യം അതിശയോക്തിയോടുകൂടി പറയുന്നതാണ് ചിലരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ചിലർ പണത്തിനു വേണ്ടി ഏത് കള്ളവും സംസാരിക്കും, അതവരുടെ ഒരു വീക്ക്നെസ്സാണ്. ചിലർ പെൺവിഷയങ്ങളിലാണ് അവരുടേതായ വീക്ക്നെസ്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ വീക്ക്നെസ്സുകൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും. അത് നാം കണ്ടുപിടിക്കുകയും ആ ഭാഗത്ത്, ആ മേഖലയിൽ അതിൻ്റെ സകല പഴുതുകളും അടച്ച് നാം ശക്തരാവുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ വീക്ക്നെസ്സും വെച്ചുകൊണ്ട്, കുറവുകളും വെച്ചുകൊണ്ട് അതിൽ ഒരു ക്രമീകരണം വരുത്താതെ സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ വ്യാമോഹമായിട്ട് മാറും. അതുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും നാം ശക്തിപ്പെടണം. നാം ശക്തിപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ചിലർ ചില കാര്യങ്ങളിൽ ശക്തരായിരിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന കാര്യത്തിലൊക്കെ ചിലർ ശക്തരാകാം. അങ്ങനെ ചില കാര്യങ്ങളിൽ ശക്തരാണെങ്കിലും
പല കാര്യങ്ങളിലും അവർ ബലഹീനരായിരിക്കും, കുറവുള്ളവരായിരിക്കും. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടോ, കുറവുകളുണ്ടോ, ആ മേഖലകളിൽ നാം ശക്തരാകണം എന്നുള്ളതാണ്. അത് നമ്മെക്കൊണ്ട് കഴിയുമോ? മുറുകെ പറ്റുന്ന ഇത്തരം പാപങ്ങളെ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമോ, അതിനെ ജയിക്കുവാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ യേശുക്രിസ്തു മുഖാന്തരം അതിന് കഴിയും എന്നുള്ള ഉത്തരവും വചനം നമുക്ക് നൽകുന്നുണ്ട്. നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് ക്രിസ്തു യേശു ഈ ലോകത്തിൽ വന്നതും നമുക്ക് വേണ്ടി മരിച്ചതും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് സാത്താൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, ലോകമോഹങ്ങളുടെ മേൽ ജയം ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മുടെ കഴിവും കഴിവില്ലായ്മയും ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഏതെല്ലാം കാര്യങ്ങളിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം ജയിപ്പാനായി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് നന്ദി. വചനപ്രകാരം ഞങ്ങൾ ശക്തിപ്പെടേണ്ട എല്ലാ മേഖലകളിലും ഞങ്ങളെ ശക്തരാക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ.